ഒരു ഓഡി കാർ എടുത്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. സോ നമുക്കിനി എങ്ങോട്ട് പോകണം, അതാണ് നമുക്ക് അത് നോക്കേണ്ടത്. നമുക്ക് ഇതിനകത്ത് കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം ഗൈസ്. ആക്ച്വലി എനിക്കിവിടെ ഒരു ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് കുറച്ചധികം പുതിയ പ്രോപ്പർട്ടീസൊക്കെ മേടിക്കാനുണ്ട്. സോ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. ഐ തിങ്ക് ഇവിടെ ഇട്ട് പോരണോ അതോ നമ്മൾ മേടിച്ചതാണ്. പിന്നെ വേറെ ഒരു കോഴിക്കട ഹെൻ ഹൗസ് അത് നമ്മൾ മേടിച്ചിട്ടുണ്ട്. പിന്നെ വേറെ 2-3 മേടിക്കാനുണ്ട് ഗൈസ്. അപ്പം കാറിൻ്റെ സ്ക്രാപ്പ് യാർഡ് നമുക്ക് ഇന്ന് പോയി അത് മേടിക്കാം ഗൈസ്. സോ ലെറ്റ്സ് ഗോ ടു പർച്ചേസ് കാർ സ്ക്രാപ്പ് യാർഡ് അത് തന്നെ ഗൈസ്. സോ ലെറ്റ്സ് ഗോ. വഴി തെറ്റിയിട്ടുണ്ട്, ചെറുതായിട്ട് വഴി തെറ്റിയിട്ടുണ്ട്. ഇടിച്ചില്ല മാറ ഇടിച്ചില്ല. സോ ഞാൻ ആക്ച്വലി അങ്ങനെ അത്രയ്ക്ക് വലിയ ഗെയിമിംഗ് പേഴ്സൺ അല്ല. ബട്ട് ഐ ലൈക്ക് ഇതുപോലെ ഇങ്ങനെ വണ്ടി ഓടിച്ച് കളിക്കാൻ GTA. ഞാൻ പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ കഫേസിലൊക്കെ കമ്പ്യൂട്ടർ സെൻറ്റർ അവിടെയൊക്കെ നമ്മളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആണെന്നുണ്ടെങ്കിൽ ഈ മറ്റേ 30-40 കൊടുത്തിട്ട് നമ്മൾ 1 hour 2 hour അല്ലെങ്കിൽ 1.5 hour അത്രയൊക്കെ നമ്മൾ ഗെയിം കളിക്കുന്നത്. അന്നേരം കയറുമ്പോൾ ഈ മിഷൻസിൻ്റെ കളിയൊന്നും നമുക്ക് വലിയ പശമില്ല. സോ നമ്മൾ കയറി ഇതുപോലെ ഇങ്ങനെ വണ്ടി ഓടിച്ച് കളിക്കുക, അതാണ് നമ്മുടെ അന്നത്തെ ക്രേസ്. ഇപ്പം പിന്നെ ഈ GTA 5 കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഗെയിം മിഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതാണ്. ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് കംപ്ലീറ്റ് മിഷൻ തീർക്കുന്ന ഗെയിം GTA 5 ആണ് ഗെയ്സ്. ഞാൻ കംപ്ലീറ്റ് മിഷൻ തീർത്തായിരുന്നു. എനിക്ക് ബാക്കിയുള്ള ഗെയിംസൊക്കെ ഇതുപോലെ കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ബട്ട് കിട്ടുന്നില്ല ഗെയ്സ് നല്ല ഗെയിംസ്. നല്ല ഗെയിംസ് വെച്ചാൽ മോസ്റ്റ് ഓഫ് ഗെയിംസ് എല്ലാം ഭയങ്കര കോസ്റ്റ്ലിയാണ് ഗെയ്സ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അഫോർഡബിൾ റേറ്റിൽ നല്ല ഗെയിംസ് ഒന്നും കിട്ടുന്നില്ല. പിന്നെ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഗെയിംസ് കിട്ടുന്നതെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ഗെയിംസ് ഒക്കെ എടുക്കാറുള്ളത്. സോ അഫോർഡബിൾ റേറ്റിൽ നല്ല ഗെയിംസ് ഒന്നും കിട്ടാറില്ല. കിട്ടുവാണെങ്കിൽ നമ്മൾ കളിക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന വലിയ സ്പെക്കുള്ള സിസ്റ്റവും കാര്യങ്ങളൊന്നും അല്ല, ജസ്റ്റ് ലാപ്പാണ്. സോ അതിനകത്താണ് നമ്മൾ കളിക്കുന്നത്. സോ നമുക്ക് അതിൻ്റെ ലിമിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓൾമോസ്റ്റ് നമ്മളവിടെ എത്താറായിട്ടുണ്ട്. സ്ക്രാപ്പ് യാർഡ്, വണ്ടിയുടെ ഒക്കെ സ്പെയർ പാർട്സ് വിൽക്കുന്ന കട, അല്ലെങ്കിൽ ആ ഒരു യാർഡ് സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഗൈസ്. നമ്മൾ അങ്ങോട്ട് എത്തുകയാണ് സുഹൃത്തുക്കളെ. ഇവിടൊക്കെ നമ്മളൊരു മിഷനൊക്കെ വന്നിട്ടുണ്ടല്ലേ. ഇടിച്ചില്ല. ഞാൻ കംപ്ലീറ്റ് ഇതിനകത്ത് ചീറ്റ് അടിച്ച് കളിക്കുന്നു. പക്ഷെ ഞാൻ ചീറ്റ് അടിക്കാതെ കളിക്കണമെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ബട്ട് പറ്റാറില്ല ഗൈസ്. കാരണം ചീറ്റ് അടിച്ചു പോകും ഗൈസ്. കാരണം എന്താണെന്ന് അറിയത്തില്ല. എനിക്ക് എപ്പോഴും കാർ ഇങ്ങനെ നീറ്റായിട്ടിരിക്കണം. നമുക്ക് വഴി തെറ്റി ചെറുതായിട്ട് അപ്പുറത്താണ് നമുക്ക് പോകേണ്ടത്. പോലീസൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ പണ്ടത്തെ ചീറ്റാണെങ്കിൽ മറ്റേ ലീവ് മേലോണാണ്. ഇതിനകത്ത് വേറെ എന്തോ സാധനമായിരുന്നു, മറന്നുപോയി. സോ യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. സോ ലെറ്റ്സ് ബൈറ്റ്. ഒറ്റ വൺസ് 10s 100,000 10,000 സോ 275,000 ആണ് ഇവിടുത്തെ റേറ്റ് വരുന്നത്. നമുക്ക് വീക്ക്ലി $150 പെർ കിട്ടുന്നതായിരിക്കും വീക്ക്ലി. സോ ഗൈസ്, അപ്പോൾ ലെറ്റ്സ് പർച്ചേസ് ഇറ്റ് ഗൈസ്. കൺഫേം മേടിച്ചു ഗൈസ്. ഇത് നമ്മുടെ സ്വന്തമാണ് ഗൈസ്. അപ്പം നമുക്ക് സ്വന്തമായിട്ടൊരു കോഴിക്കടയുണ്ട്, പിന്നെ ഒരു ഹോട്ടലുണ്ട്. ഹോട്ടൽ മീൻസ് കഫേ ഉണ്ട്. പിന്നെ ഇപ്പം സ്ക്രാപ്പ് യാർഡ് ഉണ്ട്. 3 ബിസിനസ് നമ്മളിപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ കോഴി ഫാമിൽ നിന്ന് എനിക്ക് കിട്ടേണ്ട കാശ് ഒരു കള്ള ബിടുവ കട്ടുകൊണ്ട് പോയി ഗൈസ്. അപ്പം അത് മൂഞ്ചയായിരുന്നു. ഞാൻ പിടിക്കാൻ പോയപ്പോൾ എനിക്ക് നല്ല വണ്ടി ഒന്നും കിട്ടാത്തതിനാൽ എൻ്റെ കയ്യിൽ നിന്ന് അമ്മരെ കാശും കൊണ്ട് പോയി ഗൈസ്. സോ നമ്മളങ്ങനെ 3ാമത്തെ ബിസിനസ് നമ്മൾ റൺ ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സോ എനിക്ക് വരുമാനങ്ങൾ കിട്ടുന്നതാണ്. സോ ഗൈസ്, നമുക്ക് ഇനി ഇവിടുന്ന് പോകാം. ഇനി ഇവിടുന്ന് പോകുന്ന വഴിക്ക് നമുക്ക് കുറച്ച് ആൾക്കാരെ നമുക്ക് കൊന്നു പോകാം ഗൈസ്. എന്താണെന്ന് അറിയത്തില്ല, ഇതിനകത്ത് വണ്ടി ഇടിച്ച് വളരെ നല്ല രസമാണ് ഗൈസ് ആൾക്കാരെ. So guys, so let's go. ഞാൻ ഇതിനകത്ത് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഇതിനകത്ത് മിഷൻസ് ഒക്കെ തീർത്താൽ ചെറിയ മിഷൻസ് ഒക്കെ ഉണ്ട്. ബട്ട് എന്നാൽ പോലും ഞാൻ കംപ്ലീറ്റ്ലി ഫുൾ ടൈം മിഷൻസ് തന്നെ കളിക്കുന്ന ആളല്ല. ഞാൻ ഇതുപോലെ ഇങ്ങനെ ചുമ്മാ ജസ്റ്റ് വണ്ടി ഓടിച്ച് നടക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ചുമ്മാ അറിയാമല്ലോ GTA കളിക്കുന്നവരുടെ ആ ഒരു വൈബ് അറിയാമല്ലോ. ചുമ്മാ കേസസ് ഉണ്ടാക്കുക,
പോലീസുകാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ നോക്കുക, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ജസ്റ്റ് ഇതൊരു ഫൺ വീഡിയോ ആയിട്ട് ഞാൻ നോക്കിയതാണ്. ഇടയ്ക്ക് ഇതുപോലുള്ള വീഡിയോസൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് കാര്യങ്ങളൊക്കെ വേണ്ട കേസ് നമ്മളെല്ലാ ടൈപ്പ് കണ്ടന്റുകളും നമ്മുടെ ചാനലിലൂടെ നമ്മൾ ഇടുന്നതായിരിക്കും. സോ ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ.